ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ചെറിയ സവാള നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. മക്കൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി. ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അതിനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഏകദേശം മൂത്ത് വരുമ്പോൾ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ഏകദേശം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങൊക്കെ അങ്ങോട്ട് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ കിഴങ്ങുകളും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായത് കുറച്ച് ഉപ്പാണ്. അതിനാവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പും സവോളയും പച്ചമുളകും കിഴങ്ങും എല്ലാം കൂടെ ആയിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പ് ഉപയോഗിച്ച് നമുക്ക് അടച്ചു വെക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയപ്പം കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം കിഴങ്ങൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.